കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 26ാം തവണയും SFI വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. 5 ജനറൽ സീറ്റുകളിൽ SFIക്ക് ജയം. കണ്ണൂർ എക്സിക്യൂട്ടീവ് സീറ്റിലും SFI വിജയിച്ചു. ഇപ്പോൾ ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്നും സിനോജ് തോമസും ചേരുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, വലിയ സംഘർഷത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റിലും SFI ജയിച്ചിരുന്നെങ്കിലും ഇത്തവണ ചില സീറ്റുകളിൽ UDSF ജയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അന്തിമ ഫലം? വിനീത, യൂണിയൻ SFI നിലനിർത്തിയിരിക്കുന്നു. 5 മേജർ സീറ്റുകളും SFI സ്വന്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയർപേഴ്സണായി നന്ദജു ബാബു, വൈസ് ചെയർപേഴ്സണായി M ദിൽജിത്ത്, വൈസ് ചെയർപേഴ്സൺ ലേഡിയായി അൽന വിനോദ്, സെക്രട്ടറിയായി കവിത കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിയായി അധിഷ കെ എന്നിവർ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ കണ്ണൂർ എക്സിക്യൂട്ടീവ് സീറ്റിലും SFI ജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 26ാം തവണയാണ് തുടർച്ചയായി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വിജയക്കൊടി പാറിക്കുന്നത്. നിലവിലിപ്പോൾ ആഹ്ലാദ പ്രകടനമായി SFI പ്രവർത്തകർ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിനീത, 2 മൈനർ സീറ്റുകൾ UDSFിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി ഫിദ MTPയും ഒപ്പം തന്നെ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി മുഹമ്മദ് നിഹാലും വിജയിച്ചു. നേരത്തെ തന്നെ വയനാട് എക്സിക്യൂട്ടീവ് സീറ്റിൽ ഒരു മത്സരം നടക്കും എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. 1 വോട്ടിനാണ് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി ഫിദയെ തെരഞ്ഞെടുത്തത്. UDSFിൻ്റെ സ്ഥാനാർത്ഥിയായ ഫിദയെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ മുഹമ്മദ് നിഹാലിനെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അതായത് 3 UDSFിനും SFIക്കും 3 വീതം UUCമാരുടെ വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അത് ലഭിച്ചതോടുകൂടി തന്നെ അവിടെ വോട്ടെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി മുഹമ്മദ് നിഹാൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. നിലവിലിപ്പോൾ ഒരു ആഹ്ലാദ പ്രകടനമായി SFI പ്രവർത്തകർ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതേസമയം UDSF പ്രവർത്തകരുടെ വലിയ ആഹ്ലാദം നമ്മൾ കാണുന്നുണ്ട്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, 2 സ്ഥലങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അവിടേക്ക് 2ഇടത്തും UDSF ജയിച്ചിരിക്കുന്നു. മറുഭാഗത്തെ ആഹ്ലാദവും നമ്മൾ കാണുന്നുണ്ട്. സിനോജ്, PK നവാസ് ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കാണുന്നുണ്ട്. വലിയ ആഹ്ലാദമുണ്ട്. മുഴുവനും ജയിച്ചു കയറുന്ന SFIയുടെ ചില സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാനായതിൽ. വിനീത, MSFനെയും KSUവിനെ സംബന്ധിച്ചായത് ചരിത്ര വിജയമെന്ന് പറയാം. കാരണം ആദ്യമായിട്ടാണ് 2 സീറ്റുകൾ UDSFിന് കണ്ണൂർ സർവകലാശാലയിൽ ലഭിക്കുന്നത്. 26 വർഷം തുടർച്ചയായിട്ട് SFI ജയിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെയാണ് 2 സീറ്റുകൾ UDSFിന് നേടാൻ സാധിച്ചത്. അതിൻ്റെ ഒരു ആഘോഷമാണ് ഇവിടെ കാണുന്നത്. PK നവാസിനെ എടുത്തുയർത്തിക്കൊണ്ട് KSUവിൻ്റെ MSFിൻ്റെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആഘോഷിക്കുന്നു. അതായത് വയനാട് എക്സിക്യൂട്ടീവ് അംഗമായി ഫിദയെ അവിടെ 6 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ക്ഷമിക്കണം, കാസർഗോഡ് 1 വോട്ടിനാണ് ഫിദ ജയിച്ചിരിക്കുന്നത്. എന്നാൽ വയനാട് ആയിക്കോട്ടെ നറുക്കെടുപ്പിലൂടെയാണ് മുഹമ്മദ് നിഹാൽ ജയിച്ചത്. കാരണം അവിടെ 6 UCCമാരാണുള്ളത്. അതുകൊണ്ട് തന്നെ 3 വീതം SFIക്കും ഒപ്പം തന്നെ UDSFിനും വോട്ടുകൾ വന്നു. അങ്ങനെ 3 വീതം വന്നപ്പോഴാണ് നറുക്കെടുപ്പ് നടന്നത്. അങ്ങനെ നറുക്കെടുപ്പിലൂടെയാണ് മുഹമ്മദ് നിഹാൽ വയനാട്ടിൽ നിന്ന് പ്രതിനിധിയായിട്ട് വിജയിക്കുന്നത്. അങ്ങനെ 2 സീറ്റുകൾ മൈനർ ആണെങ്കിൽ കൂടി 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി UDF ഇവിടെ ശക്തി പ്രാപിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷം ഇവിടെ നടക്കുന്നുണ്ട്. കാരണം രാവിലെ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ സംഘർഷമുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് അറിയണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ, 2 പക്ഷത്തു നിന്നും കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ 2 ഭാഗത്തായിട്ട് നിർത്തിയിരിക്കുന്നു. UDSF പ്രവർത്തകർക്ക് ഒരു ഭാഗത്തും ഒപ്പം തന്നെ SFIക്കാർക്ക് മറുഭാഗത്തുമാണ് ഈ വിജയാഘോഷം നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. കാരണം രാവിലത്തെ സംഘർഷം എല്ലാവരും കണ്ടതാണ്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഈ ആഘോഷ ക്രമീകരണങ്ങൾ ഇവിടെ പോലീസിൻ്റെ സുരക്ഷയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വിജയാഘോഷമാണ് ഇവിടെ ഇപ്പോൾ MSF KSU പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്ര വിജയമെന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ 2 സീറ്റുകൾ
യൂണിവേഴ്സിറ്റി യൂണിയനിലെ ഇവർക്ക് നേടാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. നമുക്ക് PK നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. നമുക്കൊന്ന് ഒരു പ്രതികരണം കൂടെ ചോദിക്കാം. നവാസ്, ഒരു ചരിത്ര വിജയമാണല്ലോ, 2 സീറ്റുകളാണ് നേടാൻ സാധിച്ചത്. തീർച്ചയായും 1/4 നൂറ്റാണ്ട് കാലം മറ്റയാൾക്ക് വിടം കൊടുക്കാത്ത ഈ സർവകലാശാലക്കകത്താണ് 3-2 എക്സിക്യൂട്ടീവും MSFും KSUവും ചേർന്ന് തൂത്തുവാരിയിരിക്കുന്നു എന്ന സന്തോഷം പറഞ്ഞു. കഴിഞ്ഞ തവണ കാലിക്കറ്റ് സർവകലാശാലയിൽ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ SFIയുടെ സകല കോട്ടകളും തകർന്നടിയുന്ന കാലമാണ് എന്ന് ഒരിക്കലും അടയാളപ്പെടുത്തുകയാണ്. ഇതാണ് വലിയ പ്രതീക്ഷയോടെയാണ് MSFും KSUവും മുന്നോട്ട് പോകുന്നത്. ചരിത്ര വിജയം എന്ന് തന്നെ പറയാം. 2 സീറ്റുകൾ ആദ്യമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ UDSF സഖ്യം നേടിയിരിക്കുന്നു. KSU MSF സഖ്യം നേടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. PK നവാസ് പറഞ്ഞതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് കുട്ടികളൊക്കെ തന്നെ ഇവിടെ കാത്തു നിന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആഘോഷമാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് ഇടപെട്ട് നിയന്ത്രിക്കുന്നുണ്ട്. കാരണം 2 കൂട്ടരെയും 2 ഭാഗത്താണ് നിർത്തിയിരിക്കുന്നത്. രാവിലത്തെ വലിയ സംഘർഷമൊക്കെ തന്നെ ഉണ്ടായതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് ക്രമീകരണങ്ങൾ നടത്തുന്നത്. ശരി, ഏതായാലും വലിയ ആഘോഷമാണ് കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്നും സിനോജ് തോമസും വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI 26ാം തവണയും വിജയിച്ചിരിക്കുകയാണ്. 5 ജനറൽ സീറ്റുകളിൽ ഉൾപ്പെടെ വിജയിച്ചിരിക്കുന്നു. UDSFും തിളക്കമാർന്ന ജയം നേടിയിരിക്കുന്നു, ചരിത്ര ജയം നേടിയിരിക്കുന്നു എന്നതാണ്. അഭിജിത്ത്, ഇപ്പോൾ UDSF 2 സീറ്റുകളിൽ ജയിക്കുന്നു. മറുഭാഗത്ത് ഇതാ SFIയുടെ ആഹ്ലാദ പ്രകടനം തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സർവകലാശാലയിൽ സ്ഥിതി ശാന്തമാണല്ലേ? തീർച്ചയായും വിനീത, ഇന്ന് രാവിലെ വലിയ പ്രതിഷേധങ്ങൾക്ക്, വലിയ അക്രമ സംഭവങ്ങൾക്കൊക്കെയാണ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസ് സാക്ഷ്യം വഹിച്ചത്. UDSF SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ ഇരുവിഭാഗം പ്രവർത്തകരെയും സംബന്ധിച്ച് ആകാംക്ഷ ഉണ്ടാക്കുന്നതായിരുന്നു വിനീത. കാരണം മുഴുവൻ സീറ്റുകളിലും വിജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ SFIക്ക് ഉണ്ടായിരുന്നു. അതേസമയമാണ് 2 സീറ്റുകൾ, 2 മൈനർ സീറ്റുകൾ സ്വന്തമാക്കുന്ന ഒരു വിജയത്തിലേക്ക്, ഒരു ചരിത്ര വിജയത്തിലേക്ക് കൂടി UDSFിന് കടക്കാനായി കഴിഞ്ഞത്. അതിലൊന്ന് 1 വോട്ടിനാണ് ഫിദ, കാസർഗോഡിലേക്ക് എക്സിക്യൂട്ടീവായി തെരഞ്ഞെടുക്കപ്പെട്ട ഫിദ 1 വോട്ടിനാണ് വിജയിച്ചത്. നറുക്കെടുപ്പിലൂടെയാണ് വയനാട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. നിലവിലിപ്പോൾ നമുക്ക് കാണാം ഈ 5 മേജർ സീറ്റുകളിലും ഒപ്പം 1 മൈനർ സീറ്റുകളിലും ജയിച്ച സർവകലാശാല SFIയുടെ പ്രതിനിധികൾ അവരിപ്പോൾ ഒരു ആഹ്ലാദ പ്രകടനമായി സർവകലാശാലയ്ക്ക് ചുറ്റും വലം വയ്ക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനീത. ഒന്നുകൂടി പറയാം, ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നന്ദജ് ബാബുവും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് M ദിൽജിത്ത്, വൈസ് ചെയർപേഴ്സൺ ലേഡി സ്ഥാനത്തേക്ക് അൽന വിനോദ്, സെക്രട്ടറി സ്ഥാനത്തേക്ക് കവിത കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അതിഷാക്കെ. ഇങ്ങനെയാണ് SFIയുടെ വിജയം വിനീത. ശരി, അഭിജിത്ത് മുഴക്കുന്നും സിനോജ് തോമസും സർവകലാശാലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയായിരുന്നു.